ഇത് ബ്ലാക്ക്ബെറിയാണ് കേട്ടോ. ഹലോ, ഇത് ബ്ലാക്ക്ബെറിയാണ്. ഞാനൊരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഈ ബ്ലാക്ക്ബെറി വെച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ച് എടുത്തൊന്ന് വാഷ് ചെയ്തു. നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ഒന്ന് വാഷ് ചെയ്തില്ല, ഇവിടുത്തെ ആയതുകൊണ്ട് വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം അവർ നല്ല വാഷ് ചെയ്ത് പാക്ക്ഡായിട്ടാണ് ഇത് വരുന്നത് ബ്ലാക്ക്ബെറി. അപ്പോൾ അതൊന്ന് എന്നാലും നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാനത് കുറച്ചെടുത്തൊന്ന് വാഷ് ചെയ്തു. ഒരു 5-6 എടുത്തുള്ളൂ ഞാൻ. എടുത്തത് നമ്മളത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മളിത് കഴുകിയത് ഒന്ന് വെള്ളം തിളയ്ക്കട്ടെ കേട്ടോ. തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനത് 1-2 ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. എന്തായാലും ഞാൻ അതൊന്ന് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കളറ് മാറി വരുന്നേ ഉള്ളൂ. കുറച്ച് മതിയല്ലോ. രാവിലെ വെറും വയറ്റിൽ നമുക്ക് കട്ടൻ ചായ കുടിക്കും. ഞാനങ്ങനെ കട്ടൻ ചായ കുടിക്കാറ്. അപ്പോൾ കട്ടൻ ചായക്ക് പകരം എന്താ ഈ ഒരു ബ്ലാക്ക്ബെറി ഇട്ടിട്ട് നമുക്കൊരു ചായ ഉണ്ടാക്കി നോക്കിയാലോ എന്നൊരു ഐഡിയ. എന്തായാലും ഫ്രൂട്ടല്ലേ, അത് തിളപ്പിച്ച വെള്ളത്തിലല്ലേ, അപ്പോൾ നന്നായിരിക്കും. അപ്പോൾ ഞാനത് ഇട്ടു. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട്. അതൊന്ന് സ്ട്രെയിൻ ചെയ്തു. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് അരിച്ചെടുത്തു, കുടിച്ചു. നല്ലൊരു പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള ഒരിതാണ്. ഞാൻ പഞ്ചസാരയൊന്നും ഇട്ടില്ല. പക്ഷെ നല്ല ചൂടോടെ കുടിക്കണം. കുടിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ്. നമുക്ക് കട്ടൻ ചായ കുടിക്കുന്ന ഒരു സുഖം കിട്ടും.